നിങ്ങൾ ഈ 2018 ഒരു DSLR ക്യാമറ വാങ്ങാൻ പോവുകയാണോ? അതിനുമുമ്പായി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് DSLR ക്യാമറയും അതുപോലെ തന്നെ മിറർലെസ് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് അങ്ങ് കടന്നേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ ഈ കാനോൺ ആയാലും നിക്കോൺ ആയാലും ഈ മിറർലെസ്സിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിക്കോണിന്റെ Z7 അതുപോലെ തന്നെ കാനോൺ EOS 6 അതൊക്കെ ഇപ്പോൾ മിറർലെസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ആദ്യമായി തന്നെ നമുക്ക് DSLR ക്യാമറയും അതുപോലെ തന്നെ മിറർലെസ് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം, അതായത് എന്താണ് സംഭവം എന്ന് നോക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ ഇതൊരു DSLR ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്ന ലെൻസ് ഊരിയ സമയത്ത് ഈ ലെൻസിലൂടെ കടന്നു വരുന്ന ഈ പ്രകാശം നേരെ നിങ്ങൾക്ക് ഇവിടെ ഒരു മിറർ കാണാൻ സാധിക്കും. ആ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് നേരെ മുകളിലൂടെ പ്രിസത്തിലൂടെ നേരെ കാണുന്ന ഇത് നമുക്ക് ഈ വ്യൂ ഫൈൻഡറിനകത്ത് കാണാൻ സാധിക്കും. ഇതാണ് ഈ മിറർ ക്യാമറയുടെ അതായത് പ്രവർത്തനം. അതായത് നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയാൽ ഇതിലൂടെ കടന്നു വരുന്ന പ്രകാശം ഈ മിററിനകത്ത് കൂടെ കടന്നു വന്ന് ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു മിറർ കാണാം. ആ മിററിലൂടെ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വ്യൂ ഫൈൻഡറിനകത്ത് കാണാൻ സാധിക്കും. എന്നാൽ മിറർലെസ് ക്യാമറയിൽ നമുക്ക് നേരിട്ട് ഈ മിറർ ഇവിടെ ഉണ്ടാകില്ല. അത് നേരിട്ട് ഈ ഇമേജ് പ്രോസസറിലേക്കാണ്, അതായത് ഈ നേരിട്ട് വരുന്ന പ്രകാശം ഇമേജ് പ്രോസസറിലേക്കാണ് നേരിട്ട് തട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, അതായത് മിറർലെസിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതിന്റെ വ്യൂ ഫൈൻഡർ, ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ. നമുക്ക് DSLR വരുന്നത് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ആണ്. ഈ ഇലക്ട്രോണിക്കൽ വ്യൂ ഫൈൻഡർ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സൂര്യനെ ഫോട്ടോ എടുക്കണം, അതായത് സൺസെറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ DSLR ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നേരെ അതിലൂടെ വന്ന പ്രകാശം നേരെ അടിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരെ കണ്ണ് ബ്ലൈൻഡായി പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. എന്നാൽ ഈ മിറർലെസ്സിൽ നമുക്ക് നേരിട്ട് എന്താണ് ഔട്ട്പുട്ട്, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്, ഈ മിറർലെസ് ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ മിറർലെസ് ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതായത് നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ ഇതിൽ ലൈവായി തന്നെ ഈ വ്യൂ ഫൈൻഡറിനകത്ത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിനകത്ത് കാണാൻ സാധിക്കും. അതായത് ഇമേജിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ആദ്യമായി തന്നെ കണ്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും ഈ മിറർലെസ്സിനകത്ത്. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ DSLRനകത്താണെങ്കിൽ നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയാൽ നമുക്ക് എന്താണെന്ന് കാണാൻ സാധിക്കില്ല. ശേഷം നമ്മൾ ISOയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്ക് ആ ഫോട്ടോ ഡാർക്കായി പോയി എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് മിറർലെസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതിന്റെ വ്യൂ ഫൈൻഡർ. മിറർലെസ് ക്യാമറ ലൈറ്റ് വെയിറ്റ് ആൻഡ് കോമ്പാക്ട് ആണ്. അതായത് നമുക്ക് വളരെ ഈസി ആയി തന്നെ ഇത് കൊണ്ട് നടക്കാൻ സാധിക്കും. നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മുടെ മിറർലെസ് ക്യാമറ. മിറർലെസ് ക്യാമറ നമുക്ക് വളരെ ഈസി ആയി തന്നെ ക്യാരി ചെയ്യാനും സാധിക്കും. അതായത് ഇപ്പോൾ 2 കിലോയും 3 കിലോയുടെ ക്യാമറ ഒന്നും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വളരെ ഈസി ആയി തന്നെ നമുക്ക് ഈ ചെറിയ ക്യാമറയിലകത്ത് തന്നെ നമുക്ക് ഈ വലിയ ക്യാമറയുടെ അതേ ഇമേജ് ക്വാളിറ്റി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ചിലരുടെയൊക്കെ സംശയമാണ് ഈ വലിയ ക്യാമറയിലല്ലേ മികച്ച ഫോട്ടോസ് നമുക്ക് ലഭിക്കുമെന്ന്. അത് തികച്ചും തെറ്റായ ഒരു ആശയമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇതിന്റെ സെൻസറാണ് നമുക്ക് ഫോട്ടോ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അതായത് മിറർലെസ്സും അതുപോലെ തന്നെ DSLRന്റെയും സെയിം സെൻസർ തന്നെ നമുക്ക് മിറർലെസ്സിലും ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് സെയിം ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ മിറർലെസ് ക്യാമറയിലും ലഭിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ മിറർലെസ് ക്യാമറക്കകത്ത് ബാറ്ററി ബാക്ക് കുറവല്ലേ? യെസ്, അതെ, കുറവാണ്. മിറർലെസ് ക്യാമറ DSLRനെ അപേക്ഷിച്ച് DSLRനാണ് മികച്ച ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത്രയും അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ മിറർലെസ്സിനകത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി 2 ബാറ്ററി എക്സ്ട്രാ വാങ്ങിയിട്ടാലും നിങ്ങൾക്ക് ഈ മിറർലെസ് ക്യാമറ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഒക്കെ ഓണായി കിടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ചാർജ് അതിന് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെയാണ് മിറർലെസ് ക്യാമറ അതായത് ബാറ്ററി ബാക്ക് വളരെ കുറവായി വരുന്നത്. മിറർലെസ് ക്യാമറക്ക് ഫോക്കൽ പോയിന്റ് കൂടുതലാണ്. DSLR സാധാരണ നമുക്ക് സെന്ററിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഫോക്കൽ പോയിന്റ് കാണാൻ സാധിക്കുക. എന്നാൽ മിറർലെസ്സിൽ നമുക്ക് കിടിലൻ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റമാണ് നമുക്ക് ഈ മിറർലെസ് ക്യാമറയിലകത്ത് നമുക്ക് ലഭിക്കുന്നത്. കാനോണിന്റെ M50. അപ്പോൾ എല്ലാ ക്യാമറയും ഇപ്പോൾ മിറർലെസ്സിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മിറർലെസ് ക്യാമറയാണ്. മിറർലെസ് ക്യാമറയ്ക്ക് നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങളും എല്ലാം ബെറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മിറർലെസ് ക്യാമറ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്റെ കയ്യിൽ കൂടുതലായുള്ളത് ഈ DSLRന്റെ കാനോണിന്റെ ലെൻസും അതുപോലെ തന്നെ നിക്കോണിന്റെ ലെൻസൊക്കെയാണ്. എന്നാൽ നിങ്ങൾക്ക് മറ്റു ലെൻസുകൾ ഇതിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി അഡാപ്റ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ലെൻസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി പരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഔട്ട്. ഞാൻ മർസൂഖ് അജ്സൽ.